Namaste, welcome back to Hindi Plus. This is Nejla. And I'm Julka. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ വേർഡ്സ് കണക്ട് ചെയ്തിട്ട് വേണ്ടേ സംസാരിക്കാൻ. അതായത് എൻ്റെ വീട് അല്ലെങ്കിൽ അവൻ്റെ വീട്, അവളുടെ ബുക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ കണക്ട് ചെയ്യുന്ന വേർഡ്സിന് ഹിന്ദിയിൽ എന്താണ് പറയുക ആൻഡ് ഈ കണക്ട് ചെയ്യുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഉഡേ, ഇൻഡേ, ലേ അല്ലെങ്കിൽ അതിൽ എന്നൊക്കെ പറയാം അല്ലേ. അത് ഹിന്ദിയിലേക്കാണെങ്കിലോ നമ്മൾ മേ, പർ, കോ, കേ, കേലിയെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രത്യയമായിട്ടുള്ള നേ പ്രത്യയം വെച്ചിട്ട് തുടങ്ങാം. നേ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നേ പ്രത്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല, പക്ഷെ ഇതവിടെ യൂസ് ചെയ്യണം. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു റൂൾ അവിടെ ഉണ്ട്. അതായത് നമ്മളൊരു സംഖ്യ അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ കൂടെയാണ് നമ്മൾ നേ എന്നുള്ളത് ചേർക്കുന്നത്. നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ രാഹുൽ എന്നുള്ളൊരു പേരിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുൽ എന്നുള്ള വേർഡ് രാഹുൽ നേ ആകും. രാധ എന്നാണെങ്കിലോ രാധ നേ, ഞാൻ എന്നാണെങ്കിലോ മേനെ, നീ ആണെങ്കിലോ തുംനെ, നിങ്ങൾ പറയുമ്പോൾ ആപ്നെ, വോ ആണെങ്കിൽ അത് ഉസ്നെ എന്നും വേ എന്നാണെങ്കിൽ അത് ഉൻഹോനെ എന്നുമാണ് ആകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പരിസർഗമായിട്ടുള്ള നേ പ്രത്യയം ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഉദാഹരണത്തിന് രാഹുൽ ഭക്ഷണം കഴിച്ചു. രാഹുൽ നെ ഖാന ഖായ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. മേനെ തുംസെ കഹാ താ നാ. അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഉസ്നെ മുജ്സെ കഹാ ഥാ. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഉൻഹോനെ മുജ്സെ കഹാ ഥാ. നീ ചെയ്തത് ശരിയാണ്. തുമ്നെ സഹി കിയ. അപ്പൊ ഇതാണ് നേ ഉപയോഗിച്ചുള്ള സെന്റൻസുകളും അതിന്റെ മീനിങ്ങും. അപ്പൊ നമുക്ക് അടുത്ത പരിസർഗമായിട്ടുള്ള കോ എന്നതിന്റെ മീനിങ്ങും അത് ഏതൊക്കെ സെന്റൻസിൽ യൂസ് ചെയ്യാറുണ്ടെന്നൊന്ന് നോക്കാം. അപ്പൊ ജുൽക്ക മാം, ഈ കോ എന്ന പരിസർഗിന് എന്തൊക്കെയാണ് അർത്ഥം വരുന്നത്? കോ എന്നതിന് ക, ന, യേ, ലേ, നേ എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് പഠിക്കാം. നെജ്ലയ്ക്ക് പനിയാണ്. നജ്ലാക്കോ ബുഖാർ ഹേ. അഭിജിത്തിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അഭിജിത് കോ ആജ് ഏക് ബൈഠക് ഹേ. ഞാൻ അവളെ കണ്ടിരുന്നു. मैंने उसको देखा था. നീ അവളെ കണ്ടോ? तुमने उसको देखा क्या? ശ്യാമിനെ ഞങ്ങൾ വിളിച്ചിരുന്നു. श्याम को हमने बुलाया था. അപ്പൊ ഇതൊക്കെയാണ് കോ എന്നതിന്റെ മീനിങ്ങും ആൻഡ് അതിന്റെ ഉദാഹരണങ്ങളും വരുന്നത്. അടുത്തതായിട്ട് സേ എന്ന പരസർഗും അതിൻ്റെ യൂസേജും എന്ന് നമുക്കൊന്ന് നോക്കാം. സേ എന്നതിന്റെ മീനിങ് വരുന്നത് കാൽ, ആൽ, ഇൽ നിന്ന്, മുതൽ, കൊണ്ട്, ഓട് ഇത്രയുമാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ കാള ആലയിൽ നിന്നും മുതലും കൊണ്ട് ഓടി എന്ന് പറയാം. അപ്പം നമുക്കിതിൻ്റെ യൂസേജ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് കാൾ എന്നുള്ളതാണല്ലേ. രാഹുലിന് രാധയേക്കാൾ കൂടുതൽ സാലറി ഉണ്ട്. രാഹുൽ കോ രാധാ സെ ജ്യാദ സാലറി ഹേ. അടുത്തതായി വരുന്നത് ഇൽ നിന്ന്, അതായത് ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. മേ ഘർ സെ ആ രഹി ഹൂ. ഇനി മുതൽ എന്നുള്ളത് നോക്കാം. എൻ്റെ വീട് മുതൽ ഓഫീസ് വരെ 10 കിലോമീറ്റർ ഉണ്ട്. മേരെ ഘർ സെ ഓഫീസ് തക് 10 കിലോമീറ്റേഴ്സ് ഹേ. നെക്സ്റ്റ് വരുന്നത് കൊണ്ട് എന്നുള്ളതാണ്. പെണ്ണ് കൊണ്ട് എഴുതൂ. കലം സെ ലിഖോ. അടുത്തതാണെങ്കിലോ ഓട് എന്നുള്ളതാണ്. രാധയോട് പറയൂ. രാധ സെ കഹോ. അപ്പൊ ഇത്രയുമാണ് സേ എന്ന പരിസർഗിന്റെ മീനിങ് വരുന്നത്. വി ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ में, तब तक के लिए ബൈ ബൈ.